നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഓഹോ, ഇങ്ങ് കൊണ്ടുവാ പ്രീതി. എന്താ ഇത്ര താമസം? കുളിപ്പിച്ചെടുക്കണ്ടേ ശാലിനി? വെള്ളം കണ്ട അവള് പിന്നെ കളിയാ. ആണോ? പ്രീതിയോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാന്ന്. എനിക്ക് എന്തെങ്കിലും ജോലി വേണ്ടേ ശാലിനി? അപ്പൊ പിന്നെ എനിക്കോ? എനിക്കാണെങ്കിൽ ഇവളെ ഒരു നേരം പോലും കാണാതിരുന്ന ശ്വാസം മുട്ടുന്ന പോലെയാ. രാത്രി പ്രീതിയുടെ അടുത്ത് ഉറങ്ങാൻ വിടുന്ന പോലും എങ്ങനെയാന്ന് അറിയോ? ഇവൾക്കും അങ്ങനെ തന്നെയാ ശാലിനി. എന്റെ അടുത്ത് കിടക്കുമ്പോ പിണക്കവും പരിഭവവും. ഉറക്കത്തിൽ ഞെട്ടി എഴുന്നിട്ട് കരയും. ചിലപ്പോ ആ കുഞ്ഞു കൈ കൊണ്ട് എന്നെ ഉന്തി മാറ്റുകയും ചെയ്യും. ശാലിനിയുടെ ചൂട് തട്ടിയാ അവക്കൊന്നും അറിയണ്ട, നല്ല സുഖമായി ഉറങ്ങിക്കോളും. ആനടി മുത്തേ. ഞാൻ തന്നെ അമ്മ എന്നുള്ളത് ഇവള് മറന്നുപോയോന്നാ എന്റെ പേടി. അതിന് നീ എപ്പോഴാണ് ഇവളുടെ അമ്മയായത്? അമ്മയെന്ന് പറഞ്ഞാലേ ദേ ഈ ഇരിക്കുന്ന ശാലിനി, അച്ഛനെന്ന് പറഞ്ഞാൽ ഞാനും. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാറു എന്ന് പറഞ്ഞാലേ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാ. ഈ പ്രാണവായു എന്നൊക്കെ പറയില്ലേ, ആ അതില്ലാതെ വരുമ്പോ ഞങ്ങൾ മരിച്ചു. അതുപോലെ എന്താണ് ഇതിങ്ങനെ നോക്കണേ? ഉടുപ്പൊന്ന് ശരിയായിക്കോട്ടെ വിഷ്ണുട്ടാ. ഒന്നും കുഴപ്പമില്ല, ചുന്ദരി കുട്ടിയായിണ്ടല്ലോ. നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോ സന്തോഷവും അതുപോലെ തന്നെ പേടിയും തോന്നുക. അതെന്താ ഒരു പേടി? നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ പാറിനോടുള്ള സ്നേഹം കുറയില്ലേന്ന്. അവൾക്കത് വലിയ വിഷമാവും. അതിനാർക്ക് കുഞ്ഞുണ്ടാവണമെന്ന്? ഉടനെ ഒരു കുഞ്ഞിനെ കൊടുക്കാന്ന് ശാലിനി സത്യം ചെയ്ത് കൊടുത്തിരിക്കുകയല്ലേ അമ്മയ്ക്ക്? എന്റെ പൊന്നു മോളെ, അതിനൊക്കെ അതിന്റേതായിട്ടുള്ള സമയം വേണ്ടേ? ഇത്ര ദിവസത്തിനുള്ളിൽ കുഞ്ഞു പറക്കണമെന്ന് നിബന്ധന വെക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഈ പറഞ്ഞ അമ്മ തന്നെ അടുത്ത ആഴ്ച വന്നിട്ട് കുഞ്ഞിന്റെ കാര്യം എന്തായെന്ന് ചോദിക്കോ? അതിനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? സൂപ്പർവൈസറിന്റെ മേൽനോട്ടത്തിൽ വെക്കാൻ പറ്റുമോ? അല്ലടാ. അല്ല പിന്നെ എടി നിനക്ക് അറിഞ്ഞൂടെ 2 വർഷം മസൂറിയിൽ ട്രെയിനിങ് ആ ശാലിനിക്ക്. ഞാനും ഇയാൾ അവിടെ എവിടെ പോവും, എന്നിട്ട് അതിന്റെ ഇടയിൽ അവിടെ കുഞ്ഞ്. വിഷ്ണുട്ടാ ഒന്ന് പോയേ. സത്യമേ കളിപ്പിക്കാനൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല. അതെ, അപ്പൊ തന്റെ സ്വപ്നം തകർത്ത് കളയുന്ന കാര്യത്തിൽ ഞാനും കൂട്ടുവെക്കില്ല. വിഷ്ണുട്ടാ, എടോ നമ്മുടെ പാറുള്ളപ്പോ നമുക്ക് എന്തിനാ വേറൊരു കുഞ്ഞ്? അല്ലോടാ പാറുകുട്ടി, ഇങ്ങോട്ട് തന്നെ. ഇത്രയൊക്കെ ഒരുക്കിയാ മതി. അല്ലോടാ വിഷ്ണുട്ടാ, എന്റെ കുട്ടി സുന്ദരി കുട്ടിയാ, ഇത്രയൊക്കെ ഒരുക്കിയാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.